നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഓരോ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും നാം പഠിക്കേണ്ടത് ഒന്നിൽ നിന്നും ഒളിച്ചോടാനല്ല, അവയെ കരുതലോടെ നേരിടാനാണ്. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ നാട്ടിലെ ഏറ്റവും മികച്ച പൂച്ചയെ കണ്ടെത്താനുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പൂച്ചയ്ക്കാണ് സമ്മാനം. പൂച്ചകളുമായി ഉടമസ്ഥർ എത്തി. എല്ലാ പൂച്ചകൾക്കും ഒരേപോലുള്ള പാത്രത്തിൽ അവർ പാൽ നൽകി. എല്ലാവരും ഓടി വന്ന് പാല് കുടിച്ചപ്പോൾ ഒരു പൂച്ച മാത്രം മണത്തു നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി ചെയ്യുന്ന പൂച്ചയ്ക്കാണല്ലോ സമ്മാനം. അങ്ങനെ ആ പൂച്ച വിജയിയായി മാറി. സംഘാടകർ ഉടമസ്ഥനോട് ചോദിച്ചു, താങ്കളുടെ പൂച്ച മാത്രം എന്താണ് പാല് കുടിക്കാത്തത്? അയാൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ തിളച്ച പാലാണ് അതിന് നൽകിയത്. അത് കുടിച്ച് നാവ് പൊള്ളിയതിൽ പിന്നെ പാല് കണ്ടാൽ പൂച്ച തിരിഞ്ഞോടും. അനുഭവബന്ധിതമാണ് ഓരോ പ്രവൃത്തിയും. നേരിട്ട് അനുഭവിച്ച പാഠങ്ങളെ ആയുസ് മുഴുവൻ പലപ്പോഴും മുറുകെ പിടിക്കും. പക്ഷേ സന്തോഷാനുഭവങ്ങളെ കൂട്ടുപിടിക്കുന്നതിനേക്കാൾ ദുരനുഭവങ്ങളെ കൂട്ടുപിടിക്കുന്നതിനാണ് പലർക്കും താല്പര്യം. ഒരിക്കലുണ്ടായ അനിഷ്ട സംഭവത്തെ ന്യായീകരിച്ച് ജീവിതകാലം മുഴുവൻ അവ കൊണ്ടു നടക്കും. പക്ഷേ അന്നത്തെ ആ അനുഭവം അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രം ഉടലെടുത്തതായിരിക്കാം. ഓരോ സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കേണ്ടത് ഒന്നിൽ നിന്നും ഒളിച്ചോടാനല്ല, അവയെ കരുതലോടെ നേരിടാനാണ്. ഒരു പ്രശ്നമുണ്ടായാൽ വീണ്ടും അത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ, ഉണ്ടായാൽ തരണം ചെയ്യാനുള്ള പ്രതിവിധികളുമാണ് നാം കൈക്കൊള്ളേണ്ടത്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.